ഹായ് ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൊഡാൾ സിൽക്കിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമുക്ക് ഓൺലൈനിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും ഒരുപാട് എൻക്വയറി എപ്പോഴും ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ മൊഡാൽ. അപ്പോൾ എല്ലാവർക്കും വളരെ കംഫർട്ടബിൾ ആണ്, ഇടാനായിട്ടും വളരെ സ്റ്റൈലിഷ് ആയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് കളക്ഷൻസ് കാണാം. അതുപോലെ നമ്മുടെ ഗിവ് അവേ നടക്കുന്നുണ്ട്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും കൂടി ഒന്ന് എടുത്തിട്ട് ഒന്ന് അയച്ചു തരണം കേട്ടോ. അപ്പോൾ എല്ലാ 15 ഡേയ്സിലും നമുക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. 3 പേർക്ക് ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇതാണ്. നല്ല ഭംഗിയുള്ള ഒരു വൈൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. നല്ല മൊഡാലാണ് ഫാബ്രിക് വരുന്നത്. നല്ല ഫ്ലോയി ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റുകളാണ്. എല്ലാവർക്കും അറിയായിരിക്കും. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ്. ഇതുപോലെ ബോഡിയിലേക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഒറിജിനൽ മിറേഴ്സ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ദാമനയിലേക്കാണ് കൂടുതലും ആ ഒരു വർക്കുകൾ, ആ ഒരു പ്രിന്റുകൾ വരുന്നത്. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇത്രയും രീതിയിൽ ആജറക് പ്രിന്റിന്റെ ഒരു പാറ്റേൺ വരുന്നുണ്ട്. അതിനുള്ളിലെല്ലാം ഹെവി ആയിട്ട് തന്നെ ആ മിറേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന വർക്കാണ് കേട്ടോ. എങ്ങനെയാണ് വരുന്നത്? ഈ സെയിം പാറ്റേൺ തന്നെ ബാക്ക് സൈഡിലേക്കും വരുന്നുണ്ട്. അത് മിറേഴ്സ് ഇല്ലാതെ ഇതുപോലെ പ്രിന്റുകൾ മാത്രമായിട്ടാണ് വരുന്നതെന്നേ ഉള്ളൂ കേട്ടോ. എങ്ങനെയാണ് വരുന്നത്? ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഇപ്പോൾ വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഈ വൈൻ ഷെയ്ഡിന്റെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് തന്നെ ഇതിലേക്ക് പോകുന്നുണ്ട്. ചെറിയ പ്രിന്റ് പോലെ പ്രിന്റ് അല്ല, ഒരു 2 കളറിന്റെ കോമ്പിനേഷൻ ഇതിലേക്ക് വരുന്നുണ്ട്. വൈൻ കളറിന്റെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റർ കോമ്പിനേഷൻ ഇതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ ചിലപ്പോൾ അത്ര ക്ലിയർ ആയിരിക്കില്ല. അതുപോലെ തന്നെ ഇതുപോലെ ഒരു ബോർഡർ 2 സൈഡിലേക്ക് നമുക്ക് സ്ലീവിൽ കൊടുക്കാനുള്ള ബോർഡറും അവൈലബിൾ ആണ്. ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ മിറേഴ്സ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. 49, അത് 2.5 മീറ്റർ ടോപ്പിന് നമുക്ക് ലെങ്ത് വരുന്നുണ്ട്. ഷോൾ വരുന്നത് മൊഡാൾ സിൽക്ക് തന്നെയാണ് വരുന്നത്. ടോപ്പ് കുറച്ചൊന്ന് സിമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. ഷോൾ ഹെവി ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. നല്ല രസമുള്ള ഷോള്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള പ്രിന്റുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ടോപ്പിന്റെ യോക്കിൽ കൊടുത്തേക്കുന്ന, ടോപ്പിന്റെ ദാമനയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം പ്രിന്റുകൾ, ആ ബോർഡർ തന്നെയാണ് ഷോളിന്റെയും ബോർഡർ ആയിട്ട് എൻഡിലേക്ക് വരുന്നത്. ഇങ്ങനെ നല്ല രസമായിട്ടുള്ള, നമുക്ക് വേറൊരു സെറ്റിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാനായിട്ട് പറ്റുന്ന നല്ല ഷോളാണ് കേട്ടോ. ഇതുപോലെ കോർണേഴ്സിൽ മാത്രം ഇതുപോലെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ട് 2.25 മീറ്റർ ആണ് ഷോളിന് ലെങ്ത് വരുന്നത്. ബോട്ടം വരുന്നത് ഹെവി സാൻഡ് ആണ്, സെയിം ടോണിലേക്ക് തന്നെ വരുന്നു. നമുക്ക് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ വരുന്നത്. ടീൽ ബ്ലൂ തന്നെ 2 ഷെയ്ഡുകൾ, ഡാർക്ക് ആൻഡ് ലൈറ്റർ കോമ്പിനേഷനിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് സൂം ചെയ്യുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ലൈറ്റർ ഷെയ്ഡും കൂടെ ഒരു പ്രിന്റ് പോലെ ഇതിലേക്ക് പോകുന്നുണ്ട്. ബോഡിയിലെല്ലാം ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് മിറേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. എൻഡ് പോർഷൻ ഞാൻ ഇങ്ങോട്ട് മേലേക്ക് വെച്ചേക്കുന്നതാണ് കാണാനായിട്ട്. നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റുകൾ അതിനകത്തുള്ള ഹെവി ആയിട്ട് തന്നെ ഇതുപോലെ മിറേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ദാമനേരിയിലേക്ക് വരുന്നത്. ബാക്ക് സൈഡ് ഇതിന്റെ പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത്. ബാക്ക് സൈഡിലേക്കും ഈ ഒരു ബോർഡർ വരുന്നുണ്ട്. സ്ലീവ് എൻഡിലേക്ക് ഇതാണ്ടോ, സ്ലീവ് എൻഡിൽ കൊടുക്കാനുള്ള ആ ഒരു പ്രിന്റുകളും ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് സെറ്റ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ. ഷോള് നല്ല ഹെവിയാണ്, നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. വേണ്ട, നല്ല ഭംഗിയാണ് ഷോള് കാണാൻ. ഷോളിന്റെ എന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വരും. കോർണേഴ്സിൽ മാത്രം ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് സെയിം ടോണിലേക്ക് തന്നെയാണ്, സാൻഡ് ടോൺ മെറ്റീരിയലാണ് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ. സെയിം തന്നെ എൻഡിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിന്റുകളും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് മിറേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ബോഡിയിലും സ്കാറ്റേഡ് ആയിട്ട് മിറേഴ്സ് വരുന്നുണ്ട്. സ്ലീവ് എൻഡിലേക്ക് കൊടുക്കാനുള്ള ആ ഒരു പാറ്റേൺ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് സ്ലീവ് എൻഡിലേക്ക് നമുക്ക് ഈ ഒരു ബോർഡർ കൊടുക്കാൻ പറ്റും. ബാക്ക് സൈഡിലേക്കും ഈ ഒരു സെയിം ബോർഡേഴ്സ് തന്നെ വരുന്നുണ്ട്, മിറേഴ്സ് വരുന്നില്ല. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ. ഷോള് നമുക്കൊരു അസെറ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് വേറെ കുറേ സെറ്റിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണെങ്കിൽ പോലും ഷോൾ ഇത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്രാൻഡ് ആയിട്ട് ലുക്ക് കിട്ടും. ഇതാണ് ഷോള് വരുന്നത്. ഷോളിന്റെ എൻഡ് ഭാഗത്തേക്ക് ഇതുപോലെ കോർണേഴ്സിൽ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രീം ഷെയ്ഡിലേക്കാണ്. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. പ്രിന്റുകൾ പോകുന്നത് ഇതുപോലെയാണ്. ഇതിനകത്തേക്കും നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ചെറിയൊരു പ്രിന്റ്, ഒരു വേറൊരു കളർ ഷെയ്ഡും കൂടി കയറി വരുന്നുണ്ട് ഇതിനകത്തേക്ക്. എല്ലാത്തിലും അത് വരുന്നുണ്ട്, വേരിയേഷൻ വ്യത്യാസം അനുസരിച്ച്. ഇതുപോലെ ബോഡിയിലേക്ക് സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു മിറേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു. സ്ലീവ് എൻഡിലേക്ക് ആ ഒരു ബോർഡേഴ്സ് കൊടുക്കാൻ പറ്റും. സ്ലീവിൽ കൊടുക്കാനുള്ള ബോർഡേഴ്സും ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡിലും ഈ സെയിം പ്രിന്റുകൾ തന്നെ വരും. ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെ സാൻഡ് മെറ്റീരിയലാണ് വരുന്നത്. ക്രീം ഷെയ്ഡിലേക്ക് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടാണ്. മൊഡാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, വളരെ സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഷോള് വരുന്നത് ഇങ്ങനെ നല്ല രസമല്ലേ ഷോള് കാണാനായിട്ട്. ഇതൊരു ബ്ലാക്ക് സെറ്റിന്റെ കൂടെയൊക്കെ പെയർ ചെയ്താലും മെറൂൺ സെറ്റിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇതാണ് ഷോളിന്റെ ആ ഒരു എൻഡ് ഭാഗം വരുന്നത്.
സെറ്റിന്റെ പ്രൈസ് വരുന്നത് 2680 അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. പ്രിന്റുകൾ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഇതാണ് ഇതിന്റെ ഫുള്ളായിട്ടും ബോഡിയിൽ രണ്ട് സൈഡിലേക്കും ആ ഒരു പ്രിന്റുകൾ പോകുന്നുണ്ട്. ഒരേപോലെയാണ് രണ്ട് സൈഡിലും വരുന്നത്. ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നതും സെയിം ആയിട്ട് തന്നെ വരും. നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡും കോമ്പിനേഷനും ആണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ടോപ്പിനൊക്കെ നല്ല ലെങ്ത്, ഒരു 50 ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. ഷോള് വരുന്നത് ഇങ്ങനെ വേണ്ട, എന്ത് രസമാണ് ഷോള് കാണാനായിട്ട്. ഷോളിൻ്റെ എൻഡിലേക്ക് ഇതുപോലെ ആ ഒരു അജ്രക് പ്രിന്റുകൾ തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഉടുത്ത അങ്ങനെ തന്നെ കിടന്നോളും. ഭയങ്കര ഒരു കൂളാണ്, നമുക്ക് പിടിക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ടും. ബോട്ടം വരുന്നത് ഇതുപോലെ സെയിം ടോണിലേക്ക് തന്നെയാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 3900 ആണ് കേട്ടോ. 3900 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ. നല്ലൊരു ബ്രിക്ക് ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇത് കണ്ടോ, പ്രിന്റുകളൊക്കെ വരുന്ന അജർക്ക പ്രിന്റുകൾ വരുന്ന നല്ല രസമുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകളാണ് വരുന്നത്. ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡും സെയിം ആയിട്ട് തന്നെ വരുന്നു കേട്ടോ. ഇങ്ങനെ ഷോള് വരുന്നത് ഇതുപോലെ. നിങ്ങൾക്കറിയാം പ്യുവർ മോഡലിന് ഷോളിന് മാത്രം എത്ര റേറ്റ് വരും? നമുക്ക് ഒരു 1500 1800 ആ റേഞ്ചിലേക്കൊക്കെ നമുക്ക് പ്യുവർ മോഡലിന്റെ ഷോൾ തന്നെ വരുന്നത്. ഷോളിന്റെ എൻഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഒരു ഷോൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ സെറ്റിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാനായിട്ട് പറ്റും. നല്ല അടിപൊളിയായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സെറ്റുകൾ തന്നെയാണ് കേട്ടോ. ബോട്ടം വരുന്നത് ഇതുപോലെ സെയിം ടോണിലേക്ക് തന്നെയാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 4490 ആണ് കേട്ടോ. 4495 ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഐറ്റം വരുന്നത്. ഇത് നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റംസ് ട്രെയിലിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, നമ്മൾ എല്ലാത്തിനും ഒരു ഒരു കോഡ് നമ്പർ ഇടുന്നുണ്ട്. DC എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ടാവും. ആ നമ്പർ ഒന്ന് വാട്സ്ആപ്പ് ചെയ്താലും മതി കേട്ടോ. പറ്റുന്നവർക്കെല്ലാം ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.